ഗുഡ് ഈവനിങ് എവ്രി വൺ. അങ്ങനെ ഒരു കാര്യം പറയാം വീഡിയോ ഇടുന്നത്. എനിക്ക് എന്താ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരുന്ന മെട്രോയിൽ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് അത്രയും സ്ഥലമൊന്നും കിട്ടത്തില്ല. ചിലപ്പോൾ കിട്ടും, കിട്ടത്തില്ല അങ്ങനെ. അപ്പം ബാംഗ്ലൂർ ആണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ദിവസവും ഓരോ വഴക്കുണ്ടാവാറുണ്ട്. ഞാനിടും, എനിക്ക് തോന്നുന്നു പ്രായമാകും തോറും ഞാനിത്തിരി റെബല്യസ് ആവുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ബട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രതികരിക്കും. ഇപ്പോൾ പണ്ട് ഞാൻ പ്രതികരിക്കില്ല. അപ്പോൾ ഇനി ബിഗ് ബോസ് കണ്ടതിൻ്റെ ഇതാണോയെന്ന് എനിക്കറിയത്തില്ല. ഫുൾ ടൈം നല്ല ഒച്ചയും ബഹളമാണ്. അപ്പം പണ്ട് ഞാൻ കുറച്ചൊക്കെ അങ്ങനെയാണ്. പ്രായം കൂടുന്തോറും പണ്ടുള്ളതിൻ്റെ ഡബിൾ എക്സൊക്കെ ആയിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പറയാൻ വന്ന മെട്രോയിൽ ഇന്ന് ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾ ഒരു എൻട്രിൽ കെമ്പഗോഡ സ്റ്റേഷനിൽ വരുമ്പോൾ ആൾക്കാർ അതിനകത്ത് തിരിഞ്ഞ് മറിഞ്ഞത് കയറും, റൂട്ട് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഇന്നൊരു സ്ത്രീ കയറി. ഞാൻ അവരോട് പറഞ്ഞു, ഓൾറെഡി സ്ഥലമില്ല. ഞാൻ ആ ഗേറ്റ് ഡോറിൻ്റെ അടുത്തൊരു മൂലയുണ്ട്, ഒരു കോർണറുണ്ട്. ആ കോർണറിലാണ് ഞാൻ ഇങ്ങനെ ബാഗ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം അവരോട് ഞാൻ പറഞ്ഞു, ഓൾറെഡി കയറി, എങ്ങനെയാണെന്നറിയോ ആൾക്കാർ നിൽക്കുന്നത്. നമ്മൾ ഒരു ഒരു കുപ്പി ബോട്ടിൽ, പണ്ടത്തെ ഹോർലിക്സ് ബോട്ടിലൊക്കെ ഫുള്ള് ഈ ബണ്ണൊക്കെ നിറച്ച് വെച്ച് ഇങ്ങനെ ചപ്പി ഇങ്ങനെ നിൽക്കത്തില്ലേ മുഖം, അതുപോലെ നിങ്ങൾ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ പല്ലി പറ്റി പിടിച്ച പോലെ ഇങ്ങനെ. അത്രയും ഗേറ്റ് ഫുള്ളാണ്, കതവും അടയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങുക, എൻ്റെ ലൈക്ക് ഇവിടെ ഒട്ടും സ്ഥലമില്ല, എന്നെ അങ്ങ് തള്ളു. ഞാൻ ഓൾറെഡി ഇങ്ങനെ നിൽക്കുക, പിന്നെ അങ്ങ് തള്ളു, നിങ്ങളൊന്ന് ഇറങ്ങുന്ന പറയുമ്പോൾ നീ വേണമെങ്കിൽ ഇറങ്ങുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനാണ് എൻ്റെ ഓഫീസിൽ. ഞാൻ പറഞ്ഞു, ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇറങ്ങും, ഇവിടെ സ്ഥലമില്ലല്ലോ, നിങ്ങൾ എങ്ങോട്ടേക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ ഇംഗ്ലീഷിലാണ്. അപ്പം അവർ എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് അവരും കയറി ഇട്ടങ്ങ് അടിച്ച് ഇങ്ങനെ അമക്കി പിടിച്ചിരിക്കുക, കതവ് അടഞ്ഞില്ല. അപ്പം പോലീസ് വന്ന് രണ്ടുപേരെ ഇറക്കി. ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇവരെ ഇറക്കിയില്ല. ഓക്കെ, പിന്നെ അങ്ങ് പോയി. അടുത്ത സ്റ്റോപ്പ് വന്നപ്പം ഇത്രയും തിരക്കി ആകെ 2 പേരെ കണ്ട് ഇറങ്ങിയുള്ളൂ, 2 or 3 പേര്. ബാക്കി അത്രയും തിങ്ങി നിൽക്കുവാണ്. അപ്പം വേറൊരു അപ്പൂപ്പൻ കയറി. അപ്പം ആ അപ്പൂപ്പനല്ല, മേ ബി എൽഡർലി ഒരു പേഴ്സൺ അല്ല. അപ്പം 3-4 ആണുങ്ങൾ കയറിയിട്ട് ഇന്നെങ്ങനെ ആ സ്ത്രീയെ അമക്കി എല്ലാം ഇങ്ങനെ അമുങ്ങി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇവിടെ സ്ഥലമില്ല, എൻ്റെ ലെഗ് ഫ്രാക്ചേർഡാണ്, നിങ്ങളൊന്ന് ഇറങ്ങ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പോലീസ് വന്നിട്ട് ഞാൻ പോലീസ് വന്നു, ഇവിടെ സ്ഥലമില്ല, അവരൊന്ന് ഇറക്കുന്നു പറഞ്ഞപ്പോൾ പോലീസ് അങ്ങ് ഇറക്കി, സെക്യൂരിറ്റി പോലീസ് അവരങ്ങ് ഇറക്കി. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ എവിടുന്നോ ഓടി വന്നിട്ട് ഒരു 10-60 വയസ്സായിരിക്കും കയറി. ഞാൻ പറഞ്ഞു, ഇവിടെ സ്ഥലമില്ല, നിങ്ങൾ എങ്ങോട്ട് കയറി വരുന്നത്. അപ്പം ഇടയ്ക്ക് മോള് വന്നപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ സ്ഥലമില്ല, നിങ്ങൾ വേണമെങ്കിൽ ഇറങ്ങിപ്പോ, ഞാൻ എന്തിനാണ് കയറുന്നത്, എനിക്ക് പോകണം. ഞാൻ പറഞ്ഞു, സാർ 2 മിനിറ്റ് നിന്നാൽ മതി. ആക്ച്വലി 2 മിനിറ്റ് നിന്നാൽ അടുത്ത ട്രെയിൻ വരും കേട്ടോ. അതും ചില സമയത്തൊക്കെ അങ്ങനെ പെട്ടെന്ന് വരുന്ന ട്രെയിനിൽ ആൾക്കാരും കാണത്തില്ല. ഞാൻ രാവിലെ ഓഫീസിൽ പോയപ്പം കെമ്പഗോഡ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് മാറണമായിരുന്നു ട്രെയിൻ. അപ്പം ഞാൻ 4 ട്രെയിൻ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പം എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി, ഒരു കുഴപ്പമില്ലാതെ കയറി. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കാൻ സീറ്റ് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത്, അടുത്ത ട്രെയിൻ വരുമ്പം ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് കയറാനുള്ള സ്ഥലം കിട്ടും. ഞാനും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഒരു 20 പേര് ലൈൻ നിൽക്കാമെന്ന് വിചാരിച്ചു. ഒരു ട്രെയിൻ വന്നു. അപ്പം 19 പേരായപ്പോഴത്തേക്ക് അതങ്ങ് ഫുള്ളായി, അല്ലെങ്കിൽ അതിനകത്ത് പറ്റത്തില്ലെങ്കിൽ ഞാനങ്ങ് നിൽക്കും. ബിക്കോസ് അടുത്ത ട്രെയിൻ വരുമ്പോൾ ഞാൻ 1-ഓ 2-ഓ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് അകത്ത് കയറാൻ സ്ഥലം കിട്ടും. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പറയാം, നിങ്ങൾ വേണമെങ്കിൽ കയറ്, നിങ്ങൾ വേണമെങ്കിൽ ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു, ഞാൻ ഓഫീസിൽ വരുന്നത്, ഞാൻ ഇത്രയും നേരം നിൽക്കുന്നത്, ഞാൻ ഇറങ്ങണം, നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അടുത്തതിൽ വരുന്നതാണ് നല്ലത്. അയാൾ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ പറഞ്ഞ് അത് നിങ്ങൾക്ക് തമിഴ് അറിയാവോ, കന്നഡ അറിയാവോ, കന്നഡയിൽ സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞങ്ങ് റേസിസമായി. ഞാൻ പറഞ്ഞു, എനിക്ക് മലയാളം അല്ല, ഞാൻ ഇംഗ്ലീഷേ സംസാരിക്കത്തുള്ളൂ, എനിക്ക് കന്നഡ അറിയാമെങ്കിലും ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. എനിക്കും വാശി എന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കാലിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്കിടാം.
എൻ്റെ ആക്സിഡൻറ്റ് 2023 നവംബറിലായിരുന്നു. ഇപ്പം 2 ഇയേഴ്സായി. 3 റോഡ് ഇട്ടിട്ടുണ്ട്. എൻ്റെ മുട്ടിൻ്റെ ചിരട്ടയുടെ കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്മളും ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണല്ലോ ഇങ്ങനെ ഓടി നടക്കുന്നതും കഷ്ടപ്പെട്ട് ഇങ്ങനെ പല വണ്ടികൾ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് മനസ്സാക്ഷി. എനിക്കിത് എങ്ങനെയാണ് അത് ഞാൻ പറയുന്നത്, ഈ മെട്രോയിൽ ഓരോ ഡോറിൻ്റെ അടുത്തും ഒരു സെക്യൂരിറ്റി ഗാർഡ് വേണം. ഞാൻ പറഞ്ഞിടത്ത് ആ സെക്യൂരിറ്റി ഗാർഡ് ഞാൻ പറയുമ്പോഴത്തേക്ക് വണ്ടി ട്രെയിൻ എടുക്കാമെന്ന് പറയും. അപ്പം ചില സെക്യൂരിറ്റി ഗാർഡ് പ്രതികരിക്കത്തില്ല. അപ്പോൾ അവരവിടെ ട്രെയിൻ ചെയ്യണം, ഇത്ര പേര് കഴിഞ്ഞാൽ കയറ്റരുത്, അല്ലെങ്കിൽ ഇത്രയും തിങ്ങ് കിളമ്പം. ഇപ്പം ഞാൻ പറയട്ടെ, ഞാനിപ്പം നടക്കുമ്പോൾ ആ സ്റ്റിക്കും കൊണ്ടല്ല നടക്കുന്നത്, സാധാരണയായിട്ട് നടക്കുന്നത്. കുറച്ച് ഞൊണ്ടും, പക്ഷെ ഞാൻ നടക്കും. അപ്പം അതുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല പെട്ടെന്ന് എനിക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ കാലൊടിഞ്ഞാന്ന് പറയുമ്പോഴും അങ്ങേര് എന്താ പറയുന്നറിയോ, എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓട്ടോയിൽ പോകണമായിരുന്നു. ഞാൻ പറയും, നിങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഞാൻ എന്തിലാണ് പോകേണ്ടതെന്ന്, നിങ്ങളെനിക്ക് പൈസ ആയിട്ട് പോകണം എന്തോ. ഞാനും ചോദിച്ചു, എൻ്റെ നാക്കും അടങ്ങിയിരുന്നില്ല. അപ്പോഴത്തേക്കും എൻ്റെ മുമ്പിൽ കുറച്ച് മലയാളി ആൺപിള്ളേരുണ്ടായിരുന്നു. അവരവരോട് മലയാളത്തിൽ എന്തൊക്കെയോ പറയാം. അപ്പോൾ വിചാരിച്ച് ഞാൻ മലയാളിയല്ല. അപ്പോഴത്തേക്കും ഈ കുറേ കന്നഡക്കാർ കൂടി അവരെ അവരുടെ നാട്ടിലോട്ട് പോകാൻ പറയാം, അവർക്ക് ഇതറിയത്തില്ലെങ്കിൽ അങ്ങനെ. അപ്പം ഈ മലയാളികളാണെങ്കിൽ എന്തോ പറഞ്ഞ് പിറുപിറുക്കാൻ തുടങ്ങിയപ്പം അവരോടായി കയറ്റം. ഞാൻ പറഞ്ഞു മിണ്ടായിരിക്കുന്നു പറഞ്ഞാൽ അവരോട് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോഴത്തേക്കും ആ മെട്രോയുടെ അകത്ത് എന്നുവെച്ചാൽ ഞാൻ നിൽക്കുന്ന ആ ബോഗിയുടെ അകത്ത് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, അവരെ ഇറക്കി വിട്, അവർക്ക് കന്നഡ അറിയത്തില്ലെങ്കിൽ അവരിതിനിവിടെ താമസിക്കുന്നത്, അവരെ ഇവിടുന്ന് ഇറക്കി വിടുമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഞാൻ ആ മൂലയ്ക്കായതുകൊണ്ട് ആൾക്കാർക്ക് എന്നെ പെട്ടെന്ന് ഞാനാണെന്ന് റെക്കഗ്നൈസ് ഇല്ല. പക്ഷെ ഞാൻ ആ കൂട്ടത്തിന് ഇടയ്ക്കായിരുന്നെങ്കിലുള്ളൂ എന്നെ അവർ തല്ലിയോ എന്തെങ്കിലും ചെയ്തേനെ. ഇറ്റ് വാസ് ലൈക്ക് സോ പേടിച്ചൊന്നുമില്ല ഞാൻ, എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല. പക്ഷേ ദാറ്റ് മൊമെൻറ്റ് നമ്മൾ പറയുന്ന കാര്യത്തിന് പകരം ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. തിരക്കെന്ന് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി. അങ്ങേര് നിൽക്കുന്നത് പോലും ആ ബോഗിയുടെ ഡോറ് 2-3 പ്രാവശ്യം ഇങ്ങനെ ആക്കിയിട്ടാണ് അടഞ്ഞത്. എല്ലാവരും ഇങ്ങനെ കുപ്പിക്കകത്തിട്ട് കുലുക്കി നിർത്തുന്ന പോലെയാണ് വണ്ടിക്കകത്ത് നിർത്തി വെച്ചേക്കുന്നത്. എനിക്കറിയത്തില്ല, എന്തുവാ സോ ഡിസ്റ്റർബ്ഡ്. ഇപ്പം നാളെയൊക്കെ നമ്മൾ ദിവസവും മെട്രോയിൽ പോകുന്ന ഞാൻ ആഴ്ചയിൽ 1-2 ദിവസം മെട്രോയിൽ പോകുന്ന ആളാണ്. പക്ഷേ നമുക്ക് കാലിന് കുഴപ്പമൊന്നുമില്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ല. എങ്കിലും ഈ കയറി തള്ളി ഇടിച്ച് കയറുന്ന ആൾക്ക് കുറച്ച് സെൻസ്, ഓക്കെ അങ്ങേർക്ക് സെൻസ് ഇല്ലെങ്കിൽ പോട്ടെ, എനിക്ക് എങ്ങനെ ഇത് ടാഗ് ചെയ്യുന്നതെന്നും ഇതെങ്ങനെയാണ് ബാംഗ്ലൂർ മെട്രോയിലെ ആൾക്കാർ അധികാരികളെ അറിയിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്ന ഒരു ബോഗിക്ക് ഒരു സെക്യൂരിറ്റി വെച്ചെങ്കിലും വേണം. അത്രയൊന്നും ഇല്ല ഇവിടെ. അറ്റ്ലീസ്റ്റ് ഇതുപോലെ കെമ്പഗോഡ, ഞാൻ പറഞ്ഞ ഇതുപോലത്തെ മെട്രോ ഭയങ്കര തിരക്കുള്ള ആൾക്കാർ വരുന്നിടത്ത്. അപ്പോൾ എന്താ പറ്റുന്നത്, അവരെ കയറ്റരുത്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പോലീസ് ഇടപെട്ട് കഴിഞ്ഞാൽ അവർ കയറത്തില്ല. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. അതല്ലെങ്കിൽ നമുക്കൊക്കെ ഇരിക്കാൻ സീറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡിസബിലിറ്റി. എനിക്ക് ഡിസബിലിറ്റി ആയിട്ടല്ലെങ്കിലും കുറച്ച് നേരം നിൽക്കുമ്പോൾ വേദനയാണ്. ഞാൻ എൻ്റെ വീഡിയോ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ പുറയിൽ എൻ്റെ കാല് നീര് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നീര് വെക്കും. അപ്പം രാവിലെയൊക്കെ നമ്മൾ എങ്ങനെയും സഹിക്കും, വൈകുന്നേരം നമുക്ക് പറ്റത്തില്ല. എങ്ങനെയും വീട്ടിലെത്തണം, പിന്നെ കൊച്ചിൻ്റെ കാര്യം നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഒരു 2 മിനിറ്റ് ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യെങ്കിൽ നമ്മുടെയൊക്കെ പോക്ക് എങ്ങോട്ട്, നമ്മുടെ ഹ്യൂമാനിറ്റേറിയൻ ഇതൊക്കെ എവിടെയാണ്? ഇതും ഞാൻ പറയുന്നത് കൊച്ചു പിള്ളേരെ പറ്റി ഒന്നുമല്ല. 10, 50, 55 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് ഇത്രയും ബഹളം വെച്ച് അതിനകത്ത്. കൊച്ചു പിള്ളേരല്ല, ന്യൂ ജനറേഷനോ യങ്സ്റ്റേഴ്സോ ഒന്നുമല്ല. എൻ്റെ പ്രായമോ അല്ല എന്നെക്കാളും കൂടുതൽ കുറച്ചും കൂടെ ഒരു 10 വയസ്സ് 15 വയസ്സ് പ്രായം കൂടുതലുള്ളവരാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എന്തുവാ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ? എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. ഞാൻ എൻ്റെ ഫോണൊക്കെ ബാഗിനകത്തായിരുന്നു. പിന്നെ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ ഫോൺ എടുത്ത് എല്ലാവരുടെ മുകളിൽ വെക്കുന്നതായിരുന്നില്ലല്ലോ എൻ്റെ ഉദ്ദേശം. ഇതെങ്ങനെയെങ്കിലുമൊക്കെ മെട്രോ എനിക്ക് ആൾക്കാരോട് അറിയിക്കണമെന്നുണ്ട്. നിങ്ങൾ പോലീസുകാർ കുറച്ചും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം.
അവർ നിൽക്കണം. ആൾക്കാരെ കയറ്റുമ്പോൾ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ കയറാൻ പറ്റത്തില്ല എന്ന് പറയണം. എത്രയോ യാത്രക്കാർ, എത്രയോ പെണ്ണുങ്ങൾ, കൊച്ചു പെങ്കൊച്ച്, അതിന് ചുറ്റും ആണുങ്ങളാണ്. അതിങ്ങനെ ഇങ്ങനെ നിൽക്കുക. സത്യം, അതിങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആണുങ്ങളൊന്നും തെറ്റിയെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത്രയൊക്കെ എവറി 2 minutes മെട്രോ ഉണ്ട്, എവറി 2 minutes. അപ്പം ഇതിൻ്റെ ഒന്നും ഇത്രയും തിരക്ക് പിടിച്ച് ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് എനിക്കറിയില്ല.